നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 1-0 മുന്നിൽ നിന്ന ശേഷം ഒടുവിൽ അർജന്റീനയുടെ തുടരൻ ആക്രമണങ്ങളിൽ പെട്ടുലഞ്ഞുപോയി 2-1 പരാജയം ഏറ്റുവാങ്ങി കളിക്കളം വിടേണ്ടി വന്നു ഇംഗ്ലീഷുകാർക്ക്. എവിടെയാണ് അവർക്ക് പാളിയത്? കളി കണ്ട എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് എവിടെയാണ് അവർക്ക് പാളിയതെന്ന്. അത് തന്നെ ഹാരി കെയ്ൻ കളിക്ക് ശേഷം പറയുന്നു. അദ്ദേഹം പറയുന്നു, "Once we went 1-0 up, we seemed to just try to hold on, which at this level is not enough to get to a World Cup final." അത് തന്നെയാണ് കാര്യം. 1-0 മുന്നിലായ സമയത്ത് അതിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഇംഗ്ലണ്ട് ശ്രമിച്ചു. ആ ഒറ്റ ലീഡിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ശ്രമിച്ചു. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്താൻ ഈ ലെവലിൽ അത് പോരാ എന്ന് തന്നെ ഹാരി കെയ്ൻ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു തന്ത്രമാണ് അവർക്ക് തിരിച്ചടിയായത് എന്ന് പറയേണ്ടി വരും. 1-0 മുന്നിൽ കളി അവർ കൺട്രോൾ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം, അവിടെ നിന്നാണ് ആ ഒരു ലീഡ് വന്നതിന് ശേഷം ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും ഡിഫൻസിലേക്ക് വലിയുന്നൊരു കാഴ്ച. മധ്യനിര താരങ്ങളെയൊക്കെ പിൻവലിച്ച് ഡിഫൻസീവ് താരങ്ങളെ ഇറക്കുന്ന തോമസ് ടൂഖൽ ഒടുവിൽ ആ തോൽവി ചോദിച്ചു വാങ്ങിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചില ഇംഗ്ലീഷ് താരങ്ങൾ, വെയിൻ റൂണിയൊക്കെ ആ രൂപത്തിൽ ആരോപിക്കുന്നുണ്ട് ഇത് ടൂഷൽ ചോദിച്ചു വാങ്ങിയ തോൽവിയാണ് എന്ന്. ഏതായാലും എല്ലാവർക്കും മനസ്സിലായ കാര്യം അതാണ്. ഒരു ഗോളിൽ ലയണൽ മെസ്സി കളിക്കുന്ന അർജന്റീനയോട് കടിച്ചു തൂങ്ങാൻ പറ്റും നിങ്ങൾ തോന്നുന്നുണ്ട്? മെസ്സിയാണത്. അത് ഏത് സമയത്തും കളി തിരിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിന്നതാണ് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായത്. എന്തായാലും കെയ്നിൻ്റെ വാക്കുകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. കെയ്ന് പറയുന്നു, "ഞങ്ങൾ 1-0 മുന്നിൽ നിന്ന സമയത്ത് അതിൽ ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഈ ലെവലിൽ അതൊരിക്കലും മതിയാവില്ല. ആ ഒരു ഗോൾ ഞങ്ങൾ നേടിയതിന് ശേഷം തീർച്ചയായിട്ടും അവർ കൂടുതൽ ആളുകളെ മുന്നോട്ടേക്ക് വെച്ച് അവർ കയറി വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി അവരോട് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. സോ അത് ഒരു തിരമാല പോലെയുള്ള ആക്രമണമായിരുന്നു. ഇറ്റ് വാസ് വേവ് ആഫ്റ്റർ വേവ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ താരങ്ങൾ ബ്ലോക്കിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബട്ട് ഇൻ ദി എൻഡ് അത് മതിയാകുമായിരുന്നില്ല. താരങ്ങൾ ഏത് മൊമെൻറ്റ് നേരിടാനും റെഡിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ലീഡെടുത്തു. അപ്പം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗോളും കൂടി നേടാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. പക്ഷെ അതല്ല കളിയിൽ പിന്നെ സംഭവിച്ചത്. ഒബ്വിയസ്ലി അവർ 2 ഗോളുകൾ അടിച്ചതോടുകൂടി മറ്റു തരത്തിലേക്കുള്ള രൂപത്തിൽ ഒബ്ജക്റ്റീവ്സും മാറി. പക്ഷേ ഞങ്ങൾക്ക് ഗെയിമിൻ്റെ കൺട്രോൾ തിരികെ പിടിക്കാൻ കഴിയാതെ പോയി എന്നുകൂടി ഇപ്പം ഹാരി കെയ്ൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കളിക്കളത്തിൽ സംഭവിച്ചത്. വീണ്ടും ഗോളടിക്കണമെന്ന് അവർക്ക് തോന്നലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ രൂപത്തിലേക്കല്ല കളിയിലെ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ വന്നത്. പിന്നെ ആ ഒരു ഗോളിന് കടിച്ചു തൂങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ അർജന്റീന 2 ഗോൾ അടിച്ചു, അവർ ഞെട്ടിച്ചു. എന്നിട്ട് പിന്നെ ഒരു 7 മിനിറ്റോളൊക്കെ പിന്നെ കളി ബാക്കിയുണ്ട്. ആ സമയത്ത് തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കളിയിലേക്ക് ആ ഒരു ഊർജ്ജം കൊണ്ടുവരാൻ പിന്നെ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കളി കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിയാതെ പോവുകയും ചെയ്തു. എന്തായാലും ടീം പുറത്തായിരിക്കുന്നു. വലിയ സങ്കടത്തിലാണിപ്പോൾ ഹാരി കെയ്ൻ ഒടുവിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു, "ഒരുപാട് മനോഹരമായ മൊമെൻറ്റുകൾ ഈ ടൂർണമെൻറ്റിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് നല്ല മത്സരങ്ങളുണ്ടായിരുന്നു. മറ്റൊരു സെമി ഫൈനൽ മത്സരം ഞങ്ങൾ വീണ്ടും ആ ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്താതെ വാതിലിൽ മുട്ടി പുറത്തു പോവുകയാണ്" എന്നുകൂടി ഹാരി കെയ്ൻ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.